ഉള്ള സ്റ്റാമ്പുണ്ട്. ഈ ഒരു കൂടത്തേക്ക് ഏകദേശം 280 രൂപയൊക്കെ റേഞ്ച് വരുന്നുണ്ട്. ചെമ്പരത്തികളുണ്ട് കേട്ടോ, ഒരു 90 രൂപയൊക്കെ റേഞ്ച് വരുന്നുണ്ട്. റോസുകൾ എല്ലാം ഒരു 90, 50, 60 അങ്ങനെയൊക്കെയുള്ള റേഞ്ചിൽ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ കാർഷിക വിളകളുടെ സമയമായല്ലോ, അപ്പോൾ അതിനനുസരിച്ചുള്ള തൈകളെല്ലാം ഇവിടെ ഐക്കരയിൽ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ പലചരക്ക് കടയും അതുപോലെ മറ്റ് സാധനങ്ങളൊക്കെ ഒരുപാട് കിട്ടുന്ന ഈ വലിയ സൂപ്പർ മാർക്കറ്റുകളൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ചെടികൾ കിട്ടുന്നൊരു വലിയ സൂപ്പർ മാർക്കറ്റാണ്. സൂപ്പർ മാർക്കറ്റ് എന്ന് ഞാൻ പറയാൻ കാരണം ഇവിടെ അത്രയധികം ചെടികളാണ്. പല വിധങ്ങളായ പല വെറൈറ്റി പല ടൈപ്പ് സാധനങ്ങൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അതായത് ഇൻഡോർ ഉണ്ട്, ഔട്ട്ഡോർ ഉണ്ട്. അങ്ങനെ നമുക്ക് കൃഷി ആവശ്യങ്ങൾക്കുള്ള ചെടി, അതിൻ്റെ തൈകൾ, അങ്ങനെ എന്ത് നമുക്ക് ആവശ്യമുണ്ടോ അങ്ങനെയുള്ള ചെടികളെല്ലാം നമുക്ക് ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ ലഭ്യമാകും. ഇതിൻ്റെ പേരാണ് ഐക്കര. ഈ ഒരു പേര് കേട്ടാൽ എനിക്ക് തോന്നുന്നു വയനാട്ടുകാർക്ക് കൂടുതലായിട്ടും പരിചയമുള്ളൊരു പേരായിരിക്കും ഐക്കര നഴ്സറി എന്ന് പറയുന്നത്. വയനാട്ടിൽ ഏകദേശം 5ഓളം ബ്രാഞ്ചുകൾ ഇവർക്കായിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ കൊളകപ്പാറയിലുള്ള ഒരു ബ്രാഞ്ചിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇവരുടെ ഒരു ശരിക്കും പറഞ്ഞ ഒരു സൂപ്പർ മാർക്കറ്റ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു സൂപ്പർ മാർക്കറ്റാണിത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഇവിടെ എൻ്റെ ഈ ചുറ്റും കാണുന്ന തന്നെ അതിനുള്ളൊരു ഉത്തരമാണ് ശരിക്കും. പല ടൈപ്പ് ചെടികൾ, എനിക്ക് ഇവിടെ എന്തൊക്കെ ചെടികളാണ് ഉള്ളതെന്ന് എനിക്ക് ശരിക്കും പേര് പറഞ്ഞ് എനിക്ക് പറയാനറിയില്ല, എങ്കിൽ പോലും പലവിധ ചെടികളുണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കാണാം ഇന്നത്തെ എപ്പിസോഡിൽ. പൂക്കളും പച്ചപ്പുമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ ആകൃതികളിലും വർണ്ണങ്ങളിലും കള്ളിമുൾച്ചെടികൾ ഐക്കര നഴ്സറിയിൽ ലഭ്യമാണ്. ഇതുകൂടാതെ അനവധി ഫലവൃക്ഷ തൈകളും ഇൻഡോർ, ഔട്ട്ഡോർ ചെടികളും ഐക്കര നഴ്സറിയിലുണ്ട്.
നമ്മുടെ അടുത്തിൽ ഹാങ്ങിങ് പ്ലാന്റ്സുകൾ ഒരു അനവധിയുണ്ട്. അതായത് ലിപ്സ്റ്റിക് പ്ലാന്റ്, അങ്ങനെയുള്ള ഇൻഡോർ പ്ലാന്റ്സ് പെടുന്ന കുറേ ഹാങ്ങിങ് പ്ലാന്റ്സുകളുണ്ട്. പിന്നെ മണി പ്ലാന്റ്, ടർട്ടിൽ വൈന്, എപ്പീഷ്യ, അങ്ങനെ കുറച്ച് മണി പ്ലാന്റ്സിന് തന്നെ ഒരു 3-4 വെറൈറ്റികളുണ്ട്. പിന്നെ സിൽവർ ഷേപ്പ്, പിന്നെ സിൽവർ മണി പ്ലാന്റ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അങ്ങനെ ഹാങ്ങിങ്ങിൽ കുറേ ഇൻഡോറും ഔട്ട്ഡോറും ഉൾപ്പെടുന്ന ഒട്ടനവധിയുണ്ട്. അതിൽ ലിപ്സ്റ്റിക്കൊക്കെ ആണെങ്കിൽ എല്ലാ ടൈമിലും പൂക്കളുണ്ടാകും. അതൊരു 180, 120, 180 ആ റേഞ്ചിലൊക്കെ പെടുന്നതാണ് അധികം ഉള്ളത്. പിന്നെ 240 അങ്ങനെയൊക്കെ റേഞ്ചിൽ പെടുന്നുണ്ട് ഹാങ്ങിങ് പ്ലാന്റുകൾ. ഏറ്റവും കുറഞ്ഞത് ഒരു 120 തുടങ്ങുന്നതാണ്. അതായത് നമ്മുടെ ടർട്ടിൽ വൈന്, ടേബിൾ റോസ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുറഞ്ഞ ടൈപ്പ്. നമ്മൾ മിറാക്കിൾ ഫ്രൂട്ട്സ് എന്ന് പറയും. ഇത് നമ്മൾ സ്ക്വാഷ്, ജാം, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട് മിറാക്കിൾ ഫ്രൂട്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രൂട്ട്സ് നമ്മൾ കഴിച്ചിട്ട് പുളി ഉള്ള എന്ത് സാധനം കഴിച്ചാലും ഒരു 2 മണിക്കൂർ നേരത്തേക്ക് നല്ല മധുരമായിരിക്കും. അതാണ് മിറാക്കിൾ ഫ്രൂട്ട്സ്. പിന്നെ ഇത് ജംബോട്ടിക്കബ എന്ന് പറയും. ജംബോട്ടിക്കബ 2 ഇനമുണ്ട്. ഒന്ന് നമ്മൾ ഹൈബ്രിഡ് റെഡ് ഉണ്ട്, അതാണ് ഈ 1 ഇയറിലാവും. മറ്റേത് ഒരു സബാറ എന്ന് പറഞ്ഞൊരു ഇനമുണ്ട്, അതൊരു 3 വർഷം കഴിയും എന്തായാലും കായ്ക്കാൻ. ട്രീ ഗ്രേപ്സ്, അതായത് മരത്തിൻ്റെ തടിയിൽ കൂടി മുന്തിരി ഉണ്ടാകുന്ന ഒരു നല്ല സൂപ്പർ പഴമാണത്. ഇത് നമ്മൾ അബിയു എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാണ്. അബിയു സപ്പോട്ട പോലെ ഉണ്ടാകും. സപ്പോട്ടയെക്കാളും വലിപ്പം, നല്ല ടേസ്റ്റും ഒക്കെ ഉള്ളതാണ്. ഒരു 3 വർഷം കൊണ്ട് കായ്ക്കും. അബിയു എന്ന് പറഞ്ഞ ഫ്രൂട്ട്സാണ്. പിന്നെ ഇത് സ്വീറ്റ് അമ്പഴം, 1 വർഷം കൊണ്ട് ഇത് കായ്ക്കും കേട്ടോ. സ്വീറ്റ് അമ്പഴം നമ്മൾക്ക് അച്ചാറിനും പറ്റും, നല്ല പഴുത്ത് കഴിഞ്ഞാൽ മധുരമായിരിക്കും. സ്വീറ്റ് അമ്പഴം ഇതിൽ കായായിട്ടുണ്ട്, 1 വർഷം കൊണ്ട് തന്നെ കായ്ക്കുന്നുണ്ട് സ്വീറ്റ് അമ്പഴം. പിന്നെ ഇതാണെങ്കിൽ ജാക്കാണ്, ജാക്ക് ഫ്രൂട്ട്സിലെ ജാക്കാണ്. ഇത് സിന്ദൂര വരിക്കാന്ന് പറയും. പിന്നെ ഇതാണെങ്കിൽ വിയറ്റ്നാം സൂപ്പർ എയർലി, ഓൾ സീസണാണ്. ഒരു വർഷം കൊണ്ട് തന്നെ ഇത് കായ്ക്കും. ഇത് പിന്നെ സീഡ്ലെസ് പേരയാണ്, കുരുവില്ലാത്ത പേരയ്ക്ക്. റെഡ് കളർ, പിങ്ക് കളറായിരിക്കും. ഇതൊക്കെ 1 വർഷം കൊണ്ട് തന്നെ കായ്ക്കും, കുരു ഉണ്ടാവില്ല, നല്ല സ്വീറ്റാണത്. പിന്നെ ഇത് കുടംപുളിയാണ്, ബഡ് ചെയ്തിരിക്കുന്നത്, 1 വർഷം കൊണ്ട് കായ്ക്കും. ഏകദേശം ഒരു 380 ഒക്കെ ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് വിലുമ്പി എന്ന് പറയും, നമ്മുടെ വിലുമ്പി ഇല്ലേ, വിലുമ്പിപ്പുളിയാണ് അതൊക്കെ. പിന്നെ ഇത് സ്റ്റാർ നെല്ലിക്ക എന്ന് പറയും, സ്റ്റാർ ഗൂസ്ബെറി. ഇതിന് ഒരു 80 രൂപ അങ്ങനെയൊക്കെ റേഞ്ച് വരുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ ബനാന സപ്പോട്ട എന്ന് പറയും, വലിയ സപ്പോട്ടയായിരിക്കും. നമ്മുടെ സാധാ സപ്പോട്ടയല്ല, അതിനേക്കാളും നിങ്ങൾ ബനാന സപ്പോട്ട എന്ന് പറഞ്ഞൊരു ഐറ്റമാണ്. പിന്നെ ഇത് നമ്മുടെ ഇലന്തപ്പഴം എന്ന് പറയും, വേറാപ്പിള്. ഇത് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഇപ്പം തന്നെ പൂവിട്ടു കായ്ക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ സപ്പോട്ടേൻ്റെ വേറെ തരം നമ്മുടെ സാധാ സപ്പോട്ടയാണ്, എന്നാലും ബഡാണ്. ഇത് 1 വർഷം കൊണ്ട് തന്നെ കായ്ക്കും, പൂവിട്ട തൈകളാണ്. പിന്നെ പറയുകയാണെങ്കിൽ മുസമ്പി ഉണ്ട്. മുസമ്പിയൊക്കെ എല്ലാം ബഡ് തൈകളാട്ടോ. മുസമ്പി അത് 1 വർഷം കൊണ്ട് കായ്ക്കും. പിന്നെ ഇതൊരു സാന്തോൾ എന്ന് പറഞ്ഞ ഫ്രൂട്ട്സാണ്, 1 വർഷം കൊണ്ട് കായ്ക്കും. നമ്മുടെ മാംഗോസിൻ്റെയൊക്കെ ഫ്രൂട്ട്സ് പോലെ ഉണ്ടാകും സാന്തോള്. ആ ഒരു ഇതിപ്പെടുന്നതാണ്, ഒരു നല്ല ചെറിയൊരു പുളി മധുരമൊക്കെ ആയിട്ട് സാന്തോള്. ഇതും 1 വർഷം കൊണ്ട് കായ്ക്കും. പിന്നെ ഇതാണെങ്കിൽ ഓറഞ്ചാണ്, ഓറഞ്ച് ബഡാണ്, 1 വർഷം കൊണ്ട് തന്നെ കായ്ക്കുന്നത്. ഇത് രുദ്രാക്ഷം എന്ന് പറഞ്ഞ ചെടിയാട്ടോ. രുദ്രാക്ഷം മറ്റേ നമ്മൾ രുദ്രാക്ഷം മാലയൊക്കെ ഉണ്ടാക്കുന്ന അതിനുള്ളൊരു ചെടിയാണ്. ഇതിന് ഏകദേശം ഒരു 190, 180 ആ ഒരു റേഞ്ച് വരുന്നതാണ്.
പിന്നെ ഇത് വെരിക്കേറ്റഡ് ചാമ്പയാണ്. ചാമ്പ അതായത് ഇതിൽ കുരു ഉണ്ടാവില്ല. ഇതൊക്കെ ഒറ്റ വർഷം കൊണ്ട് കായ്ക്കും. നമുക്ക് വലിയ പോട്ടുകളിൽ വേണേലും വെക്കാം. ഏകദേശം ഒരു 280 ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് ഞാവലാണ്, ബഡ്ഡി ധരിക്കുന്ന ഞാവലാണ്. ഇത് പൂ കിട്ടും കേട്ടോ. ഒറ്റ വർഷം കൊണ്ട് തന്നെ ഇത് കായ്ക്കുന്നുണ്ട്. പൂത്ത തൈകളാണ് ഇതൊക്കെ. പൂ കിട്ടും. ഏകദേശം ഒരു 400 ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ ചാമ്പകൾ, ചാമ്പ റോസ് കളറിലെ ചാമ്പകളാണ് ഇതൊക്കെ, ചാമ്പ. പിന്നെ ഇത് പേരയാണ്, അതായത് കിലോ പേര എന്നൊക്കെ പറയുന്ന കുരുവൊക്കെ കുറവുള്ള വലിപ്പമുള്ള പേരയ്ക്കായിരിക്കും. അതും ഇതൊക്കെ തന്നെ പൂ കിട്ടും. ഇപ്പം തന്നെ കായ്ക്കാനായിട്ടുണ്ട്. ഇതൊക്കെ ഒരു 220 അങ്ങനെയൊക്കെയുള്ള റേഞ്ചിൽ വരുന്നു. ഞാവലാണ്, ബഡ്ഡി ധരിക്കുന്ന ഞാവലാണ്, തായ് കിങ് എന്ന് പറയും. ഇതും കായ്ക്കാനായിട്ട് ഏകദേശം ഒരു വർഷമൊക്കെ മതി. ഒറ്റ വർഷം കൊണ്ട് തന്നെ ഇത് കായ്ക്കും. ഇതുമൊക്കെ ഒരു ഏകദേശം ഒരു 480-500 ഒക്കെ ആ ഒരു റേഞ്ചിൽ പെടുന്നതാണ്. പിന്നെ ഇത് പിങ്ക് കളറുള്ള പേര, നമ്മളവിടെ കണ്ട വെള്ളേൻ്റെ വേറെ പിങ്ക് ടൈപ്പ്. ഇതൊക്കെ എല്ലാം ഒറ്റ വർഷം കൊണ്ട് തന്നെ കായ്ക്കും കേട്ടോ. പിന്നെ ഇത് വയലറ്റ് കളറുള്ള പേര, വയലറ്റ് കളറായിരിക്കും. നല്ല സ്വീറ്റ്, അതിനുള്ളിൽ കുരു കുറവായിരിക്കും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. ഇതും ഒക്കെ ഇത് കായ്ക്കാനായ ചെടികളാണ്. പിന്നെ സീഡ്ലെസ് ചാമ്പയുണ്ട്. സീഡ്ലെസ് ചാമ്പയുണ്ട്, കുരു ഉണ്ടാവില്ല. ഇത് നമുക്ക് വലിയ പോട്ടിലോ കവറിലോ ഒക്കെ നിലത്തൊക്കെ വേണേൽ വെക്കാം. നിറയെ കായുണ്ടാവും. ഒരു വർഷം കൊണ്ട് തന്നെ ഇത് കായ്ക്കുന്നുണ്ട്. ഈ ഒരു കൂടത്തേക്ക് ഏകദേശം 280 രൂപയൊക്കെ റേഞ്ച് വരുന്നുണ്ട്. ഇത് നമ്മൾ ഔട്ട്ഡോർ പ്ലാന്റ്സ് ആണ്. കാർനേഷ്യ എന്ന് പറയും കേട്ടോ. കാർനേഷ്യ ഇതിനൊരു 80 രൂപയൊക്കെ റേഞ്ച് വരുന്നു. നമുക്ക് ഔട്ട്ഡോറിൽ വെക്കാം. വലിയ ചട്ടിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നിറച്ചും പൂക്കളുണ്ടാകും. ഈ ചെടിയാണ് കാർനേഷ്യ. മുരായ എന്ന് പറഞ്ഞൊരു പ്ലാന്റ്സ് ആണ്. ഒരു നമ്മുടെ മുല്ല ടൈപ്പാണ്, മരമുല്ല പോലുള്ള ടൈപ്പാണ്. നല്ല സ്മെല്ലായിരിക്കും. ഔട്ട്ഡോർ പ്ലാന്റ് ആണ്. നല്ല ബുഷായിട്ട് നല്ല എന്താ പറയുക, ഒരു ബോർഡർ പോലെയൊക്കെ പിടിപ്പിക്കാൻ പറ്റുന്ന ചെടിയാണ്. ഒരു 550-580 ഒക്കെ റേഞ്ചിൽ വരുന്നുണ്ട്. നല്ല സ്മെല്ലായിരിക്കും. മുരായ എന്ന് പറയും. പിന്നെ ഇത് നമ്മുടെ ഇതാണ് മുസാണ്ട എന്ന് പറയും. മുസാണ്ടേൻ്റെ ഒരു 3-4 കളേഴ്സ് ഉണ്ട്. മഞ്ഞ, വെള്ള, പിങ്ക്, റെഡ്, അങ്ങനെ 3-4 വെറൈറ്റി ഉണ്ട്. ഒരു 250 അതിൻ്റെയൊക്കെ റേഞ്ച് വരുന്നുണ്ട്. ഇത് നമ്മൾ ക്യാക്ടസ് വർഗ്ഗത്തിൽ പെടുന്ന കേട്ടോ. ഇത് മൂൺ ക്യാക്ടസ് എന്ന് പറയും. ഇതിന് നമ്മൾ അധികം വെള്ളം വേണ്ട. നമ്മൾ ഇൻഡോറിലേക്ക് വെക്കുന്നതാണ്. ഇങ്ങനെ ഒരു 4-5 ദിവസം കൂടുമ്പോൾ കുറച്ച് വെള്ളം ഇങ്ങനെ സ്പ്രേ പോലെയൊക്കെ കൊടുത്താൽ മതി. വെള്ളം അധികം വേണ്ട. അങ്ങനത്തെ അതിൻ്റെ തന്നെ വേറെ ടൈപ്പ് ഉണ്ട്, ഡേറ്റ എന്ന് പറയും. ഇത് കളർ ക്യാക്ടസ്, മൂൺ ക്യാക്ടസ്. അല്ലാതെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് വേറെയുണ്ട്. ഇവിടെ യെസ്റ്റർഡേ ടുഡേ എന്ന് പറയുന്നൊരു ചെടിയാണ്. ഇത് എന്താ പറയുക, ഔട്ട്ഡോറിൽ വെക്കുന്നതാണ്. നല്ല മരം, ഒരു കുറ്റി മരമായിട്ട് നിറയെ പൂക്കളുണ്ടാകും. വയലറ്റ് ആയി പിന്നീട് അത് വെള്ളയാകും. നല്ല സ്മെല്ലായിരിക്കും. ഇതിൻ്റെ ചെറിയ പീസിന് 100 രൂപയൊക്കെ വരുന്നുണ്ട്. നല്ലൊരു ഐറ്റം ചെടിയാണ് ഇത്. പിന്നെ നമ്മൾ ബ്ലീഡി ഹെയർട്ട് എന്ന് പറയും. ഇതൊരു വള്ളിച്ചെടി മാതിരിയാണ്. പക്ഷേ തലപ്പം കട്ട് ചെയ്ത് ഇങ്ങനെ ബുഷാക്കി നിർത്തിയാൽ നിറയെ പൂക്കളുണ്ടാകും. ബ്ലീഡി ഹെയർട്ട് ഒരു 180 രൂപയൊക്കെ വരുന്നുണ്ട്. പിന്നെ റോസ് ഉണ്ട്. റോസുകൾ എല്ലാം ഒരു 90, 50, 60 അങ്ങനെയൊക്കെയുള്ള റേഞ്ചിൽ വരുന്നുണ്ട്. ഇത് ഔട്ട്ഡോർ പ്ലാന്റ്സ് ആണ്. ലോറോ പെൻഡിൽ എന്ന് പറയും. ഇതിങ്ങനെ നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കാം. നിറയെ ഇങ്ങനത്തെ പിങ്ക് കളർ പൂക്കളുണ്ടാകും. ഒരു ആവറേജ് ഹൈറ്റേ വരുള്ളൂ. നിറയെ പൂക്കളുണ്ടാകുന്ന ഒരു ഐറ്റം ചെടിയാണ്. ഇതൊക്കെ ഒരു 200, 240, 90 അങ്ങനെയൊക്കെ സൈസ് അനുസരിച്ച് വില വരുന്നുണ്ട്.
ഇതൊരു പുതിയ വെറൈറ്റി ഐറ്റംസ് ചെടിയാണ്, നിക്കോഡിയ എന്ന് പറയും കേട്ടോ. ഇത് ഔട്ട്ഡോറിൽ വെക്കാം, നിലത്ത് വേണേലും വെക്കാം, വലിയ പോട്ടുകളിലും വെക്കാം. വയലറ്റ്, അതായത് ലൈറ്റ് റോസും ഉണ്ട്, ഇതുപോലത്തെ പൂക്കളുണ്ടാവും ഇതിൽ. നല്ലൊരു ഐറ്റം ചെടിയാണ്. ഇതൊക്കെ ഒരു 350-400 റേഞ്ചിൽ വരുന്ന ചെടിയാണ് കേട്ടോ. ഇതിൽ ചെറുതുണ്ട് 150 രൂപ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. നല്ലൊരു ഐറ്റം ചെടിയത്. ഇത് പിന്നെ നമ്മൾ മെലസ്റ്റോമ എന്ന് പറയുന്ന ചെടിയാണ്. ഇത് ഇപ്പോൾ 2 കളർ, അതായത് 2 അല്ല 4 കളറുണ്ട്. ഒന്ന് ഇത് പർപ്പിൾ കളർ, ഇതിൽ ലൈറ്റ് കളർ, പിന്നെ ഇതിൻ്റെ വൈറ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു ന്യൂ വെറൈറ്റി വന്നിട്ടുണ്ട് യെല്ലോ കളർ. അതിന് ഒരു 150 രൂപയൊക്കെ റേഞ്ച് വരുന്നുണ്ട്. അങ്ങനെ വൈറ്റ് ആണെങ്കിൽ ഒരു 90 അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് അനവധി ഇൻഡോർ പ്ലാന്റുകളുണ്ട്. അതായത് നമ്മൾ പിന്നെ റബ്ബർ പ്ലാന്റിൻ്റെ തന്നെ ഒരു 2-3 വെറൈറ്റി ഉണ്ട് ഇൻഡോറിൽ വെക്കാൻ പറ്റുന്ന റബ്ബർ പ്ലാന്റ്സുകളായിട്ടുള്ള. പിന്നെ നമ്മൾ പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ട്, ചൈനീസ് ഡോൾ എന്ന് പറയും. അത് നല്ല പച്ചപ്പിൽ നല്ല ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് നല്ല ഒരു എന്താ പറയുക പ്ലാസ്റ്റിക് ഫീലിംഗ് ആയിട്ടിരിക്കുന്ന നല്ലൊരു മരമുണ്ട്. അതിൻ്റെ ചെടികളുണ്ട്. അപ്പം അത് ചെറിയതിനൊക്കെ 450, വലുതിന് 2200 വരുന്നുണ്ട്. ഒരു 5 അടി 6 അടി മേലെ ഹൈറ്റ് വരുന്ന ചെടിയാണ്. ഇപ്പോൾ നമ്മൾ കാർഷിക വിളകളുടെ സമയമായല്ലോ, അപ്പോൾ അതിനനുസരിച്ചുള്ള തൈകളെല്ലാം ഇവിടെ ഐക്കരയിൽ ഒരുക്കിയിട്ടുണ്ട്. അതായത് കാപ്പി ആണെങ്കിൽ റോബസ്റ്റ, CNR, പിന്നെ നമ്മുടെ അറബി കാപ്പി, കട്ടുവ കാപ്പി, പിന്നെ ഇത് കൂട്ട് കവുങ്ങും തൈകളാണെങ്കിൽ ഇൻഡർസിമംഗള എന്ന് പറയും, അതുണ്ട്. പിന്നെ മോഹിനാർ എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ട്. പിന്നെ കാസർഗോഡൻ മംഗള അങ്ങനെ ഐറ്റംസ് ഉണ്ട്. പിന്നെ ജാതി തൈകളുണ്ട്, ഹൈബ്രിഡ് ജാതി തൈകളുണ്ട്. പിന്നെ നമ്മൾ മാംഗോസ്റ്റിൻ അങ്ങനെ ഫ്രൂട്ട്സുകളും എല്ലാം തന്നെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഈ കാർഷിക വിളകളുടെ സമയത്ത് ഒരുക്കിയിട്ടുണ്ട് ഐക്കരയിൽ. ഐക്കര നഴ്സറിയുമായി ബന്ധപ്പെടാൻ ഫോൺ നമ്പർ 94 46 95 32 35. നമ്മുടെ പൂന്തോട്ടങ്ങളും വീട്ടകങ്ങളും ഒക്കെ ഭംഗിയായി സൂക്ഷിക്കാനുള്ള പൂക്കളും ചെടികളും അതുപോലെ നമ്മളെ തോട്ടങ്ങളൊക്കെ ഫലവൃക്ഷങ്ങളൊക്കെ ആയിട്ട് ഫലവൃക്ഷങ്ങൾ ഒരുക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട് ഐക്കര നഴ്സറി ഇവിടെ സജ്ജരാണ്. ഇവരുടെ ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ, ചെടികളുടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനെയുള്ള ചെടികളും പൂക്കളും ഒക്കെ ലഭ്യമാണ്. അപ്പോൾ ഈ കാഴ്ചകളോടെ ഇന്നത്തെ പാടവും പറമ്പും എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം.